മലപ്പുറം കൂരിയാട് ദേശീയപാതയുടെ സർവീസ് റോഡ് ഇടിഞ്ഞ സംഭവത്തിൽ നിർമ്മാണത്തിൽ അശാസ്ത്രീയതകളില്ലെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. സംഭവത്തിൽ നാളെ വിദഗ്ധ സംഘം സ്ഥലത്തെത്തി പരിശോധിക്കും. 3 പേരടങ്ങുന്ന വിദഗ്ധ സംഘത്തിനാണ് അന്വേഷണ ചുമതല. സ്ഥിതിഗതികൾ വിലയിരുത്താൻ കലക്ടറേറ്റിൽ യോഗം ചേർന്നു. ഇന്നലെ ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കൂരിയാട് സർവീസ് റോഡ് ഇടിഞ്ഞത്. ദേശീയപാതയുടെ ഭിത്തിയും ഇടിഞ്ഞിരുന്നു. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. എന്നാൽ നിർമ്മാണത്തിൽ അശാസ്ത്രീയതകൾ ഇല്ലെന്ന് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പ്രോജക്ട് ഡയറക്ടർ അൻഷുൽ ശർമ്മ പറഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴ മൂലം അടിത്തറയിൽ ഉണ്ടായ സമ്മർദ്ദമാണ് അപകടകാരണമെന്നും അദ്ദേഹം പറഞ്ഞു. So once the rain happens, the water rises through capillary action. The water rises in the soil, which created the pore water pressure. So when pore water, that pressure, additional overburden pressure is exerted to the foundation. So that pressure which was exerted, that carried through below the foundation and went to the paddy field. And paddy field, the soil bulged out. When that pressure it has taken and it bulged out, that created the cavity. മഴ മൂലം അടിത്തറയിൽ ഉണ്ടായ സമ്മർദ്ദത്താൽ വയൽ വികസിച്ച് വിള്ളൽ ഉണ്ടായി മണ്ണ് തെന്നിമാറിയാണ് അപകടമുണ്ടായത്. ഇവിടെ പാലമാണ് അനുയോജ്യമെന്ന് നേരത്തെ അഭിപ്രായപ്പെട്ടിരുന്നതായി മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. എല്ലാവരും ചൂണ്ടിക്കാണിച്ചതാണ് ഇതുപോലുള്ള വയലിൽ ഈ കൺസ്ട്രക്ഷൻ നമ്മുടെ ഇതുപോലുള്ള ഒരു റെയിനി സീസണിൽ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ ഒരു ലേമൻസ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിൻ്റെ ശ്രദ്ധയിലും ഇവരുടെ അത് മേഖലയിലുമൊക്കെ തുടക്കത്തിൽപ്പെടുത്തിയതാണ്. ഇപ്പോൾ കൂരിയാട് ഭാഗത്ത് ബ്രിഡ്ജാണ് നല്ലത് എന്ന് ഞങ്ങളൊക്കെ അന്ന് അഭിപ്രായപ്പെട്ടതാണ്. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കളക്ട്രേറ്റിൽ യോഗം ചേർന്നു. വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷമേ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കാനാകൂവെന്ന് ജില്ലാ കളക്ടർ VR വിനോദ് പറഞ്ഞു. നാളെ എക്സ്പേർട്ട് പരിശോധിച്ചതിന് ശേഷം ഡാമേജ് ആവാത്ത റൈറ്റ് ഹാൻഡ് സൈഡ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം, സർവീസ് റോഡ്, റൈറ്റ് ഹാൻഡ് സൈഡ് സർവീസ് റോഡ് നാളെ എക്സ്പേർട്സ് പരിശോധിച്ച ശേഷം 2-3 ദിവസം കൂടെ വാച്ച് ചെയ്തതിനു ശേഷം ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും തീരുമാനമെടുക്കും. ഇതിനിടെ ഇന്നലെ അപകടം ഉണ്ടായ കൂരിയാടിന് 4 കിലോമീറ്റർ അകലെ തലപ്പാറയിലും ദേശീയപാതയിൽ ചെറിയ വിള്ളൽ കണ്ടു. നിലവിൽ ഇതുവഴിയുള്ള ഗതാഗത സർവീസുകൾ വഴി തിരിച്ചുവിടുന്നുണ്ട്. ജനം, മലപ്പുറം.